ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മോണിറ്റൈസേഷൻ ഒന്നും ലഭിക്കുന്നില്ല. ഒരുപാട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു, എന്നാൽ ഇത്തരത്തിൽ എനിക്ക് നല്ല വ്യൂസ് വരുന്നില്ല, മോണിറ്റൈസ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. കുറേ വർഷമായി വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേർ ഇങ്ങനെ പറയാറും, അപ്പോൾ അവർ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതെല്ലാം സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ആദ്യം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയൊരു സമയത്തും ഇതുപോലെ നമുക്ക് ആദ്യമായി ചാനലിൽ ഞാൻ യൂട്യൂബ് ടിപ്സ് എല്ലാം ഇട്ട് തുടങ്ങുന്ന സമയത്ത് ആദ്യം എനിക്ക് വന്നിരുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പേർ ആദ്യം നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യൂ എന്നെല്ലാമാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ടിപ്പ് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന്, അതിന് നിങ്ങളിപ്പോൾ യൂട്യൂബ് ടിപ്സിൻ്റെ ഒരു ചാനലാണ് തുടങ്ങുന്നതെങ്കിൽ അതിൽ നിങ്ങൾ മോണിറ്റൈസ് ആയിട്ടില്ല എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് ടിപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു നോളേജ് ഉണ്ടെങ്കിൽ, എങ്ങനെയാണ് യൂട്യൂബിൻ്റെ പോളിസി, അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന അപ്ഡേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ അവരുടെ ചാനൽ ഗ്രോത്തിനെല്ലാം ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കും. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ചാനലെല്ലാം ഞാൻ തുടങ്ങാനെല്ലാം ആദ്യം തന്നെ പ്ലാൻ ചെയ്തിരുന്നത്. ഇതുപോലെ ഒരുപാട് വ്യൂസ് എല്ലാം തന്നെ നമ്മൾ കറക്റ്റായി കിട്ടുന്നില്ല എങ്കിലും നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്ന് കരുതുക. ഇങ്ങനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സക്സസ് ഒന്നും കിട്ടില്ല. അതായത് നമ്മൾ കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല വാച്ച് അവർ, അതുപോലെ നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാം യൂട്യൂബിൽ മീറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, പല കമൻറ്റുകൾ, അതായത് നെഗറ്റീവായ കമൻറ്റുകളെല്ലാം കണ്ടതിന് ശേഷം അവിടെ യൂട്യൂബ് സ്റ്റോപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ വ്യൂ കുറവാണല്ലോ, നിങ്ങൾ വീഡിയോസ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് നെഗറ്റീവ് കമൻ്റ് എല്ലാം വരുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഒരുപാട് പേർ സക്സസ് ആയതും ഇതുപോലെ അവർക്ക് വ്യൂസ് എല്ലാം ഡൗൺ ആയതും, അതുപോലെ നല്ല വ്യൂസ് എല്ലാം കിട്ടുന്ന ചില ചാനലുകൾക്കെല്ലാം വ്യൂസ് എല്ലാം ഡൗൺ ആകുന്നതെല്ലാം സർവ്വസാധാരണമാണ്. ഇപ്പോൾ കുറച്ചായി ഞാൻ വീഡിയോസ് അധികം ചെയ്യുന്നില്ല. ആ ഒരു സമയത്തെല്ലാം എനിക്ക് നല്ല രീതിയിൽ വ്യൂസ് കൗണ്ട് എല്ലാം കുറഞ്ഞു പോയിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയി കുറച്ച് ദിവസം വീഡിയോസ് എല്ലാം ഇട്ടപ്പോൾ ഇപ്പോൾ കുറച്ചീശെ നമ്മുടെ ഈ ഒരു ചാനൽ റിക്കവറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് കാര്യമെന്ന് പറയുന്നത്. നമ്മൾ ഡെസ്പായി ഇരുന്ന് വീഡിയോസ് ഒന്നും ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിനെ മോണിറ്റൈസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ പലപ്പോഴും പലരും പറയുന്ന ഒരു കാര്യമാണ്, യൂട്യൂബ് പല ആളുകളെയും പല തരത്തിലാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നെല്ലാം. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി എല്ലാം ഒരേ തരത്തിൽ തന്നെയാണ്. അതിനാൽ തന്നെ പരമാവധി നമ്മൾ ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലുള്ള വീഡിയോസ് എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോസ് എല്ലാം ചെയ്യാം, അല്ലെങ്കിൽ ലോങ് വീഡിയോസ് എല്ലാം ചെയ്യാം. ഇനി ഇതും നിങ്ങൾക്ക് വർക്കാകുന്നില്ല എങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എല്ലാം തന്നെ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്ത് അവരുടെ ചാനലിലേക്ക് നല്ല വ്യൂസ് എല്ലാം കൊണ്ടുവരാനെല്ലാം സാധിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പല മെത്തേഡുകളെല്ലാം ചെയ്ത് ഇത്തരത്തിലെല്ലാം ചെയ്താലാണ് നല്ല രീതിയിൽ നമ്മുടെ ചാനലിലേക്ക് മോണിറ്റൈസ് ചെയ്യാനെല്ലാം നമുക്ക് സാധിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡെസ്പ് ആവാതിരിക്കുക. നിങ്ങൾക്ക് വ്യൂസ് എല്ലാം ഇപ്പോൾ കുറവാണെങ്കിലും, വ്യൂസ് തീരെ ഇല്ലെങ്കിൽ കൂടി ഇത്തരത്തിൽ പലവിധ ടെക്നിക്കുകളെല്ലാം നിങ്ങളുടെ ചാനലിൽ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നിങ്ങൾ വീഡിയോസ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. ഇത്തരത്തിൽ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാനെല്ലാം സാധിക്കുക. അല്ലാതെ നമ്മൾ ഒരു സമയത്ത് ഇതുപോലെ വലിയൊരു ബ്രേക്ക് എല്ലാം എടുക്കുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ ചില വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഇതുപോലെ ഡെസ്പായി കുറേ ബ്രേക്ക് എല്ലാം എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എത്താനുള്ള ചാൻസ് എല്ലാം കുറയും. അതായത് നമുക്കറിയാം, ലാസ്റ്റ് 365 ദിവസത്തിൽ നമുക്ക് 4000 വാച്ച് അവർ എല്ലാം ലഭിക്കുകയാണെങ്കിലാണ് ലോങ് വീഡിയോസ് എല്ലാം ചെയ്യുന്നവർക്ക് അവർക്ക് ചാനലെല്ലാം മോണിറ്റൈസ് ചെയ്യാനുള്ള ഈ ഒരു എലിജിബിലിറ്റി എല്ലാം ലഭിക്കുക. അതിനാൽ തന്നെ നമ്മൾ കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ചാനൽ ഇതുപോലെ 2-3 ചാനലും എനിക്ക് മോണിറ്റൈസ് ആയതുകൊണ്ട് ഇത്തരത്തിൽ ഈ ചാനലെല്ലാം മോണിറ്റൈസ് ആയിട്ടുണ്ട് എങ്കിലും ഈ മോണിറ്റൈസ് ആയതിനു ശേഷം നമ്മൾ ഇനി വീഡിയോസ് ഒന്നും ഇടുന്നില്ലെങ്കിലും ആ ഒരു ചാനലിൽ നിന്നും വരുമാനമെല്ലാം കിട്ടും. അല്ലെങ്കിൽ ഇത്തരത്തിൽ മോണിറ്റൈസ് ആയാൽ മതി എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അതിൽ നിന്നും റവന്യൂ ഒന്നും വരില്ല. അതായത് ആ ഒരു ചാനലിൻ്റെ ഗ്രോത്ത് എല്ലാം ഡൗൺ ആകാനെല്ലാം ഇത് കാരണമാകും. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യമെല്ലാം തന്നെ കുറച്ചെല്ലാം ട്രൈ ചെയ്തിരുന്നു. ഒരു ചെറിയ ബ്രേക്ക് എല്ലാം എടുക്കുമ്പോൾ നമ്മുടെ വ്യൂസിൽ ആ ഒരു കുറവെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതിനാൽ തന്നെ നമ്മൾ വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു
കാര്യമാണ്. ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾ തിരക്കാണെങ്കിൽ കൂടി വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനും കൺസിസ്റ്റൻസി എല്ലാം നിലനിർത്താനും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവാതിരിക്കുക എന്നത് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ എനിക്ക് വിഷമത്തിൽ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിരുന്ന ചില ചാനലുകളെല്ലാം തന്നെ, അതായത് 2 മാസം 3 മാസം കൂടുമ്പോഴെല്ലാമാണ് റവന്യൂ എല്ലാം വന്നിരുന്നത്. ഇങ്ങനെ റവന്യൂ എല്ലാം വന്നിരുന്ന ചാനലിൽ കൂടി ഇപ്പോൾ നല്ല രീതിയിലുള്ള വ്യൂസ് എല്ലാം വരുന്നു. മാസത്തിൽ നല്ല ഒരു സംഖ്യയെല്ലാം അവർക്കെല്ലാം നേടാൻ സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവാതെ നല്ല രീതിയിൽ കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ചാനലും നല്ല രീതിയിൽ സക്സസ് ആകാൻ സാധിക്കും. അല്ലാതെ യൂട്യൂബ് പല ആളുകളെ പല തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമൊന്നുമില്ല. പരമാവധി നമ്മൾ ഈ ഒരു മാർക്കറ്റിലേക്ക്, അതായത് ഈ ഒരു കോമ്പറ്റീഷൻ വേണ്ട വീഡിയോസ്, ഇത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ സമയവും നിങ്ങളുടെ പുതിയ കണ്ടന്റിൽ പുതിയതായി എന്തെങ്കിലും ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നോളേജ് എല്ലാം തന്നെ ഇതെല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സക്സസ് എല്ലാം കൊണ്ടുവരും. അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി അത് മാത്രമായി ചെയ്യാതെ പുതുതായി നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പുതുതായി എഡിറ്റിംഗ് ആണെങ്കിലും ഇനി പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രാൻസിഷൻ കൊടുക്കുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ എഫക്ട്സ് എല്ലാം ആഡ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ, ഇതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങൾ പുതുതായി എന്തെങ്കിലും കാര്യങ്ങളെല്ലാം പഠിച്ച് അതെല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുന്നതെല്ലാം നിങ്ങളുടെ ചാനലിന്റെ സക്സസിനെല്ലാം ഏറെ ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനുള്ള മടിയെല്ലാം ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. യൂട്യൂബ് റിലേറ്റഡ് ആയ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്